എല്ലാ കൂട്ടുകാർക്കും PSC GK എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 2016-2017 വർഷങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുകളെ കുറിച്ചാണ്. ആവർത്തന പട്ടികയിൽ ഉൾപ്പെടുത്തിയ 4 മൂലകങ്ങളെ കോഡ് രൂപത്തിൽ ഇങ്ങനെ പഠിക്കാം. നിമോ, ടെന്നിസൺ. ഇവിടെ നി കാണിക്കുന്നത് നിഹോണിയത്തെയാണ്. നിഹോണിയത്തിൻ്റെ അറ്റോമിക നമ്പർ 113 ആണ്. ഇവിടെ മോ കാണിക്കുന്നത് മോസ്കോവിയം. മോസ്കോവിയത്തിൻ്റെ അറ്റോമിക നമ്പർ 115 ആണ്. അടുത്തതായി ടെന്നി കാണിക്കുന്നത് ടെന്നിസിൻ. ടെന്നിസിൻ്റെ ആറ്റോമിക നമ്പർ 117 ആണ്. സൺ കാണിക്കുന്നത് ഒഗ്നേസൺ. ഒഗ്നേസണിൻ്റെ ആറ്റോമിക നമ്പർ 118 ആണ്. ഏഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ആദ്യ മൂലകമാണ് നിഹോണിയം. നിഹോണിയം കണ്ടെത്തിയത് ജപ്പാൻ ശാസ്ത്രജ്ഞന്മാരാണ്. ഇപ്പോഴത്തെ UPSC ചെയർമാൻ ഡേവിഡ് R. സെയിംലക്. ഇപ്പോഴത്തെ കേരള PSC ചെയർമാൻ MK സക്കീർ. മൊബൈൽ ഫോൺ വഴിയുള്ള പണമിടപാടിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ മൊബൈൽ ആപ്പ് ഭീം ആപ്പ്. ഭീം ആപ്പിൻ്റെ മുഴുവൻ പേര് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി എന്നാണ്. ഭീം ആപ്പ് അവതരിപ്പിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. 2017 പത്മശ്രീ അവാർഡ് നേടിയ മലയാളികൾ ആരെല്ലാമെന്ന് കോഡ് രൂപത്തിൽ പഠിക്കാം. പൊന്നമ്മ മകനായ ശ്രീജേഷ് അക്കിത്തത്തിൻ്റെ കുഞ്ഞുമകളായ മീനാക്ഷിക്ക് പത്മശ്രീ നൽകി. 2017 പത്മശ്രീ അവാർഡ് നേടിയ മലയാളികൾ: പാറശാല B. പൊന്നമ്മാൾ, സംഗീതജ്ഞനാണ്. PR ശ്രീജേഷ്, ഇദ്ദേഹം ഹോക്കി താരമാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഇദ്ദേഹം മലയാള കവിയാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ഇദ്ദേഹം ഒരു കഥകളി ആചാര്യനാണ്. മീനാക്ഷി അമ്മ ഗുരുക്കൾ. കളരിപ്പയറ്റ് പ്രതിഭയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പുതിയ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ഇദ്ദേഹം പോർച്ചുഗീസുകാരനാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 9ാമത്തെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറസ്. യുനെസ്കോയുടെ ഇപ്പോഴത്തെ തലവൻ ഐറിനോ പൊക്കോവ. ആഫ്രിക്കൻ യൂണിയൻ്റെ ഇപ്പോഴത്തെ തലവൻ ആൽഫ കോണ്ടെ. ലോക ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജിം യോങ് കിം. ലോക ആരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ തലവൻ മാർഗരറ്റ് ചാൻ. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായി ഗിന്നസ് ബുക്ക് തിരഞ്ഞെടുത്തത് മാജുലി ദ്വീപാണ്. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇദ്ദേഹം അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റാണ്. ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് 2016 നവംബർ 8-നാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റത് 2017 ജനുവരി 20-നാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം ആനയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രചരണ മുദ്രാവാക്യം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഡൊണാൾഡ് ട്രംപിൻ്റെ ആത്മകഥയാണ് ആർട്ട് ഓഫ് ദി ഡീൽ. ടൈം മാഗസിൻ 2016 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത് ഡൊണാൾഡ് ട്രംപിനെയാണ്. 2017 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ വിഭാഗം വിജയി PV സിന്ധു. 2017 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ വിഭാഗം വിജയി വിക്ടർ ആക്സൽസൺ. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഹെഗ്ഗാർ. 44ാമത്തെ വ്യക്തിയാണ് ജഗദീഷ് സിംഗ്
ഹെഗ്ഗാർ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ: ആഭ്യന്തരം, IT, വിജിലൻസ്. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ V. ശശി. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ പ്രോടൈം സ്പീക്കർ S. ശർമ്മ. 2017 ഏഷ്യൻ അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് തഷ്കൻ, ഉസ്ബെക്കിസ്ഥാൻ. 2017 ഏഷ്യൻ അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലൈറ്റ് വെയ്റ്റ് 60 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ശിവ് ദാപ്പ. 2017 ഏഷ്യൻ അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഹെവി വെയ്റ്റ് 91 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യക്കാരൻ സുമിത് സാങ്വാൻ. 2017 ഏഷ്യൻ അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലൈറ്റ് ഫ്ലൈ വെയ്റ്റ് 91 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരൻ അമിത് പൻഹൽ. 2017 ഏഷ്യൻ അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിഡിൽ വെയ്റ്റ് 75 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരൻ വികാസ് കൃഷൻ യാദവ്. ബഹിരാകാശത്ത് ആദ്യമായി പുഷ്പിച്ച സസ്യം സീനിയ. സോളാർ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കടത്ത് ബോട്ട് ആദിത്യ. ആദ്യമായി ഓടിത്തുടങ്ങിയത് കൊച്ചിയിലാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കിയ വനിതാ ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് മിത്ര 181. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം. ഇപ്പോഴത്തെ ഇന്ത്യൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത്. ഇന്ത്യൻ കരസേനയുടെ ഇപ്പോഴത്തെ ഉപമേധാവിയായ മലയാളി ശരത് ചന്ദ്രൻ. ഇന്ത്യൻ നാവികസേനയുടെ ഇപ്പോഴത്തെ മേധാവി സുനിൽ ലാൻബ. ഇന്ത്യൻ വ്യോമസേനയുടെ ഇപ്പോഴത്തെ മേധാവി ബീരേന്ദർ സിംഗ് ധനോവ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.